പി.കെ. ബിജു, ഇപ്പോൾ സിദ്ദിഖ് അവസാനം പറഞ്ഞതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനു മുമ്പുള്ള ആശങ്കകൾക്ക് താങ്കൾ മറുപടി പറയുകയും വേണം. പക്ഷേ അന്വേഷണ ഘട്ടത്തിൽ പലതും പോലീസ് ഉദ്യോഗസ്ഥർ വിട്ടുകളഞ്ഞു. കൃത്യമായ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ തുടക്കം മുതൽ ഉണ്ടായിട്ടില്ല. കൃത്യമായ ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനകൾ പോലും ഉണ്ടായിട്ടില്ല. ഡെഡ് ബോഡി പോലും ദഹിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി, അനുവാദം പോലും ഇല്ലാതെ എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ആ രീതിയിലൊരു കാര്യങ്ങൾ നിൽക്കെ ഇപ്പോൾ അന്വേഷണം ഏത് വഴിക്ക് പോകും എന്ന് ടി സിദ്ദിഖ് ഇപ്പോൾ ആശങ്കപ്പെട്ടത് കൂടി കണക്കിലെടുക്കണ്ടേ? ഇല്ല, ലാല് സിദ്ദിഖിൻ്റെ വാദം ഇവിടെ കേട്ടു. അതല്ല, ഈ തെരഞ്ഞെടുപ്പിൽ UDF ഉയർത്തിയ വാദമാണ് കേരളത്തിലെ ജനങ്ങൾ പൂർണ്ണമായും നിരാകരിച്ച വാദം തന്നെ സിദ്ദിഖ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താ, ഒരു പെൺകുട്ടി, ദളിതയായിട്ടുള്ള കുട്ടി, നിയമവിദ്യാർത്ഥിനിയായ ഒരു കുട്ടി ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അവൾ കരുതുന്ന വീടിനുള്ളിൽ കൊല ചെയ്യപ്പെടുന്നു. 4 ദിവസത്തേക്ക് കേരളത്തിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരന്വേഷണവുമില്ല. അതിനുശേഷം ഇത് വാർത്തയാകുമ്പോഴാണ് അന്വേഷണ സംഘവും മറ്റ് കാര്യങ്ങളും പോകുന്നത്. എല്ലാ തെളിവുകളും നശിപ്പിച്ചു. ഇപ്പം സിദ്ദിഖ് പറഞ്ഞു, ഞങ്ങൾ ചില കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തിരുത്തും. എങ്ങനെയാണ് സിദ്ദിഖ് ഒരു തെളിവ് പൂർണ്ണമായും ഇല്ലാതാക്കിയതിന് ശേഷം തിരുത്താൻ സാധിക്കുക? അപ്പോൾ ഇത്തരം സുപ്രധാനമായിട്ടുള്ളൊരു വിഷയം, നമ്മുടെ കേരളത്തിൻ്റെ മനസാക്ഷി ഞെട്ടിച്ച ഒരു വിഷയത്തിൽ UDF ഗവൺമെൻറ് അനുവർത്തിച്ച ഒരു സമീപനം തിരുത്തുകയാണ് ഇവിടെ. അത് ഇടതുപക്ഷ ഗവൺമെൻറ് ജനങ്ങൾ കൊടുത്ത വാഗ്ദാനമാണ്, അത് പാലിക്കുകയാണ്. കേരളത്തിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ, കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടി സ്വീകരിക്കും. 2, ഇവിടെ സിദ്ദിഖിലൂടെ പറഞ്ഞത് കഴിഞ്ഞ കടുംവെട്ട് മന്ത്രിസഭാ തീരുമാനം 823 ഇനം തീരുമാനിച്ചത്, അതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത തീരുമാനങ്ങളാണ് ഞങ്ങൾ എൻഡോഴ്സ് ചെയ്ത്, ഞങ്ങളുടെ മന്ത്രിസഭ അംഗീകരിച്ചത്. പിന്നെ എന്തിനാണ് നിങ്ങളുടെ KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഇത് ഒരു കൊള്ളയാണ്, അല്ലെങ്കിൽ KPCC വൈസ് പ്രസിഡന്റ് പറഞ്ഞത് തീവട്ടിക്കൊള്ളയാണിത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന് ശേഷം UDFൻ്റെ കൺവീനർ ശ്രീ PP തങ്കച്ചൻ പറഞ്ഞത് ആ തീരുമാനം എടുത്തത് കേരളത്തിൽ UDFന് വലിയ ദോഷം ചെയ്തു എന്നാണ്. അപ്പോൾ അതുപോലും സമ്മതിക്കാൻ ശ്രീ സിദ്ദിഖ് സന്നദ്ധമാകുന്നില്ല എന്ന് കാണുന്നത് ഇപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ UDF എടുത്ത തെറ്റായ തീരുമാനങ്ങൾ ശരിയാണ് എന്ന് വീണ്ടും വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് മറുപടി നൽകിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തീരുമാനങ്ങളെ സംബന്ധിച്ച് ഒരാളെ കുറ്റക്കാരാക്കി വെച്ചുകൊണ്ടല്ല, മറിച്ച് ഈ 823 തീരുമാനങ്ങൾ കഴിഞ്ഞ UDF ഗവൺമെൻറ് ജാതിമത ശക്തികളെ പ്രീണിപ്പെടുത്തുന്നതിനും വോട്ട് തട്ടുന്നതിനും അങ്ങനെ വീണ്ടും അധികാരത്തിൽ വരുന്നതിനും വേണ്ടി കേരളത്തിൻ്റെ പൊതുസ്വത്ത് വീതം വെച്ച് കൊടുത്തു എന്നതാണ് ഇതിൽ ഏറ്റവും ദുഃഖകരമായ സ്ഥിതി. അത് കേരളത്തിൽ തിരിച്ചു പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉത്തരവാദിത്വവും ജാഗ്രതയും ഇടതുപക്ഷ ഗവൺമെൻറ് കാണിക്കുമെന്നാണ് ഇത് അന്വേഷിക്കാൻ ഇപ്പം എടുത്തിട്ടുള്ള തീരുമാനം കാണിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ടി സിദ്ദിഖിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കഴിഞ്ഞ UDF സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ എടുത്ത തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് കാണുന്നില്ല, തിരുത്തേണ്ടത് തിരുത്തി തന്നെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. അങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലും അത്തരത്തിലൊരു സംസാരം ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയാണല്ലോ പിണറായി മന്ത്രിസഭയുടെ ആദ്യ തീരുമാനത്തിൽ തന്നെ ആ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു നടപടി കൂടി ഉണ്ടായിട്ടുള്ളത്. അത് സിദ്ദിഖ് വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമായി അവർക്ക് എടുക്കാൻ പറ്റുന്നത് തന്നെയാണോ? അല്ല, എനിക്ക് തോന്നുന്നു ലാൽ, ഇതിനകത്ത് നമുക്കൊരു മുൻവിധി വേണ്ട. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് പരിശോധിക്കുകയും അതിനകത്ത് നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തുന്ന പക്ഷം അതിന് തുടർ നടപടികളും ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, തികച്ചും തുറന്ന മനസ്സോടെയാണ് ഈ പ്രശ്നങ്ങളെ ഈ സർക്കാർ സമീപിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള മുൻവിധിയോടുകൂടിയല്ല. പക്ഷേ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഒരു സർക്കാർ ഇറങ്ങിപ്പോകുന്ന വേളയിൽ ധൃതി പിടിച്ചെടുത്ത ഇത്രയും തീരുമാനങ്ങൾ, അത് ആ ബന്ധപ്പെട്ട കക്ഷിയുടെ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും തന്നെ അഴിമതി നടന്നു എന്ന് വ്യക്തമായി പൊതുസമൂഹത്തോട് പറഞ്ഞ സാഹചര്യത്തിൽ തീർച്ചയായും സ്ഥാനമേൽക്കുന്ന ഒരു ഗവൺമെൻറ്റിന് അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. ഇടതുപക്ഷം വലിയ രീതിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി പ്രശ്നങ്ങളാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിന് തുടർ നടപടികളും ഉണ്ടാകുമെന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് സൂചിപ്പിച്ചത്. മറ്റ് ശ്രീ
സിദ്ദിഖ് പറയുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേക രാഷ്ട്രീയ വീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനെ ഞാൻ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ VS അച്യുതാനന്ദൻ്റെ കഴിഞ്ഞ VS ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി വെച്ചതെന്ന് പറയുമ്പോൾ പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന വേളയിലാണോ അതിൻ്റെ ബാക്കി ഫോളോ അപ്പ് ആക്ഷൻ നടക്കുന്നത്? അപ്പോൾ ആ പറയുന്നതിനകത്ത് തന്നെ വലിയ യുക്തിയൊന്നുമില്ലാത്ത കാര്യമാണ് അത്. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിലൊക്കെയും ശ്രീ മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെയുള്ളവർ ആ ഉത്തരവുകൾ കോട്ട് ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിച്ചതാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന് അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. അത്തരം വാദങ്ങളെ അവർ തീർത്തും തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിനെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്യുകയും എന്താണ് അതിൽ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് പുതുതായി സ്ഥാനമേറ്റ ഒരു സർക്കാരിൻ്റെ ചുമതലയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സിദ്ദിഖ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആ കാര്യത്തിൻ്റെ ഒരു മറുപടി ഉണ്ടോ? മുഹമ്മദ് റിയാസ് കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഫക്രുദ്ദീൻ അലിയും അജിത് കുമാറും അല്പസമയത്തിന് ചേരും. ശ്രീ PK ബിജുവുമുണ്ട്. ശ്രീ ബിജു, നേരത്തെ കോൺഗ്രസിൻ്റെ ഒരു പിന്നോട്ട് പോക്ക് ആണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിടത്താണ് BJP വന്നത് എന്നുള്ളത് താങ്കൾ ചൂണ്ടിക്കാട്ടി. പക്ഷേ ആ കാര്യത്തിന് സമാനമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു. BJPയും BDJSും ഒരു വളരെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. അതിനെ നിങ്ങൾ നേരിട്ടതാണ്. നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത PM സുരേഷ് ബാബു വർഗീയ പ്രീണനം എന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തിയത്. അത് നിങ്ങൾ എങ്ങനെയാണ് നേരിടുക? ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെയാണ് കേരളത്തിൽ BJP നിയമസഭയിലേക്ക് ഒരു സീറ്റ് വിജയിച്ചത്. അത് നമ്മുടെ തിരുവനന്തപുരത്ത് നേമത്താണ്. അവിടെ UDF സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDFന് കിട്ടിയ വോട്ട് എങ്ങോട്ട് പോയി? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും കോൺഗ്രസ് നേതൃത്വവും ജാതിമത ശക്തികളുമായി ബന്ധപ്പെടുത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുണ്ടാക്കിയ ഒരു കരാറിൻ്റെ ഭാഗമായിട്ടുള്ള വിജയമാണ് BJP ഇവിടെ നേടിയിട്ടുള്ളത്. മാത്രമല്ല 5 വർഷക്കാലം ഈ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് UDF ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ UDFന് അർഹമായിട്ടുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ നിലപാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിച്ച ശക്തമായ സമീപനം കേരളത്തിലെ ബഹുജനങ്ങൾ, മതനിരപേക്ഷവാദികൾ, മതന്യൂനപക്ഷങ്ങൾ ഇവരെല്ലാം അംഗീകരിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലയിലുണ്ടായിട്ടുള്ള ഉജ്ജ്വലമായ വിജയം, വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം കാണിക്കുന്നത്. ശ്രീ അജിത് കുമാർ, ഇപ്പോൾ പിണറായി മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വരെ കാണിക്കുന്നത് ഇപ്പോൾ ശ്രീ PK ബിജു പറഞ്ഞതുപോലെ അവരുടെ പ്രചരണം ശരിക്ക് ഏറ്റത് മനസ്സിലാക്കിയ ആ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമം തുടങ്ങിയിരിക്കുന്നുവെന്ന്. അതായത് LDF വന്നിരിക്കുന്നു, ശരിയാക്കി തുടങ്ങൽ നിങ്ങൾ പറഞ്ഞ അർത്ഥത്തിലല്ല, ഈ പറഞ്ഞ രീതിയിലാണ് ശരിയാക്കി തുടങ്ങുന്നത്. യുവജനങ്ങൾക്ക് തൊഴിലിൻ്റെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ, വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള തീരുമാനങ്ങൾ, പ്രമാദമായ ജിഷ കൊലക്കേസ് പോലെയുള്ള കേസുകളിൽ പോലീസിന് നൽകുന്ന സൂചന, ഒപ്പം വിവാദ തീരുമാനങ്ങളിലെല്ലാം അന്വേഷണത്തിൻ്റെ തീരുമാനം. എന്ത് പറയുന്നു ഈ മന്ത്രിസഭാ യോഗ തീരുമാനത്തെക്കുറിച്ച്? ഡോക്ടർ ലാൽ, ഞാൻ ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഒരു ചാനലിൽ ഞാൻ പ്രത്യക്ഷപ്പെടുന്നത് അങ്ങയുടെ ഈ ഒരു സ്പോട്ടിലാണ്. ഞാൻ പ്രതീക്ഷിച്ചത് അങ്ങയുടെ സ്വസ്ഥമായ ഒരു ശൈലിയിൽ ഒരു പക്ഷേ അജിത്തും ചുമന്നോ എന്ന് എന്നോട് ചോദിക്കുമായിരിക്കും ഞാൻ വിചാരിച്ചു. ഞാനൊന്ന് ചുമന്ന് നോക്കി, എൻ്റെ കുപ്പായം കണ്ടിട്ട് ചുമന്നു. ശ്രീ ഫക്രുദ്ദീൻ ഇപ്പോഴും കോഴിക്കോട്ടിൻ്റെ കളർ നിൽക്കുകയാണ്, മലപ്പുറത്തിൻ്റെ കളർ നിൽക്കുകയാണ്. അത് പോട്ടെ. അപ്പം ഒരു മാറ്റം, എല്ലാം ശരിയാകും എന്നുള്ള രീതിയിൽ ഉള്ള പ്രതീക്ഷ ശ്രീ അജിത് കുമാറിന് വരെ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് കേരളം തന്നെ ചുമന്നിരിക്കുന്ന ദിവസമാണ്. പിന്നെ വേറെ ഇംഗ്ലീഷിൽ നമ്മുടെ പ്രയോഗം ഉണ്ടല്ലോ, റെഡ് ലെറ്റർ ഡേ എന്ന് പറയില്ലേ. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിലൊരു റെഡ് ലെറ്റർ ഡേ തന്നെയാണ് ഇന്ന്, ഈ മെയ് 25, 2016. പുതിയൊരു മന്ത്രിസഭ അധികാരത്തിൽ വന്നിരിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകൾ അവർ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ ആ പ്രതീക്ഷയെ അടിവരയിടാൻ പറ്റുന്ന തീരുമാനങ്ങളായി തന്നെയാണോ ഇന്നത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളെ അങ്ങ് കാണുന്നത്? ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷ ഈ സർക്കാരിൽ അർപ്പിക്കുന്നുണ്ട്.
പക്ഷേ ഒരു പെട്ടെന്നൊരു ഒരു ഒരു വിശകലനത്തിന് മുതിരുന്നതിനുപരിയായിട്ട് ഒരു 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 മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകത്തില്ലല്ലോ. ഒരു 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 സാഹചര്യത്തിലും മാറ്റം എന്ന് പറയുന്നത് ഒരു ദ്രുതഗതിയിലുണ്ടാകുന്ന ഒരു കാര്യമല്ലല്ലോ. മാറ്റം അതിൻ്റേതായ സമയമെടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സർക്കാർ അങ്ങോട്ട് പുറത്തേക്ക് പോയി, പുതിയ സർക്കാർ ഇന്ന് പുതുതായിട്ട് ഇവിടെ കേരളത്തിൽ ജനിച്ചു. അത് ആ സർക്കാരിനെ ഇതൊരു കേരള ജനതയുടെ കയ്യിലുണ്ടായ ഏറ്റവും പുതുപ്പിറവിയാണ്. മീൻസ് ഏറ്റവും കേരളത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും ഒരു ശിശു, ഏറ്റവും പുതിയ ഒരു ശിശു. അതിൻ്റെ ശിശു സഹജമായ എല്ലാ നൈർമല്യങ്ങളും തുടർന്ന് നിലനിർത്താൻ ഈ സർക്കാരിന് കഴിയട്ടെ എന്നുള്ള ആശംസയോടെ ഞാൻ തുടങ്ങിക്കോട്ടെ. ഒരു കാര്യം കൃത്യമായിട്ടും ജനത്തിന് ഒരുപാട് പ്രതീക്ഷയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയിൽ ശ്രീ പിണറായി വിജയനെ പോലെ ഉള്ള ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റിന് എത്രത്തോളം ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആകാം എന്നുള്ളതിനെക്കുറിച്ചുകൂടെ ഒരു ഇതുണ്ട്. പക്ഷേ അദ്ദേഹം അത് തെളിയിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, കൃത്യമാണ്. 2.5 കൊല്ലം അദ്ദേഹം കേരളത്തിലെ വിദ്യുച്ഛക്തി സഹകരണ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ അതൊന്നും നമ്മൾക്ക് മറക്കാറായിട്ടില്ല. 10 വർഷം, ഒരു നൂറ്റാണ്ടാകുന്നെങ്കിൽ പോലും. പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ വകുപ്പുകളുടെയും മേലുള്ള ചുമതലയും സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പൊതുഭരണത്തിൻ്റെ നിയന്ത്രിതാവ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം ഇനിയും പ്രൂവ് ചെയ്യാൻ ഇപ്പോൾ തുടങ്ങാൻ സമയമായിട്ടില്ല. അദ്ദേഹത്തിന് ഒന്ന് ഇരിക്കാനും ഇരുന്നതിന് ശേഷം ഒന്ന് കാല് നീട്ടാനും ഒക്കെ സമയം കൊടുക്കണം. തീർച്ചയായിട്ടും ശ്രീ രാജ്കുമാർ പറഞ്ഞ ആ കാര്യം വളരെ ശരിയാണ്. പക്ഷേ എന്ത് സൂചനയാണ് നൽകുന്നത് എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ തിരിച്ചു വരാം. ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ അജിത് കുമാറിനുള്ള ആശങ്ക അത് അസ്ഥാനത്താണ് എന്ന് തെളിയിക്കുന്നതാണോ ഇന്നിപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം? അതായത് പലതും ദിവസങ്ങൾ വരെ, ടൈം ലിമിറ്റ് വരെ ഇട്ട് ആണ് ഇപ്പോൾ നടപടികൾക്ക് കാര്യങ്ങൾ കളമൊരുക്കിയിട്ടുള്ളത്. അത് ഈ ആശങ്കകൾക്ക് സ്ഥാനമില്ല എന്ന് പറയുന്നതാണോ? ഇന്നത്തെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ ഈ ആശങ്കയ്ക്ക് സ്ഥാനമില്ലാന്ന് തെളിയിക്കുന്നു. വോട്ടെണ്ണിയതിന് ശേഷം ഇന്ന് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം വരെയുള്ള നിലപാടുകൾ ആശങ്കയ്ക്ക് വകയില്ല എന്ന് നമ്മൾ തെളിയിക്കുന്നു. ഞാനത് ആദ്യത്തേത് മാത്രം ചുരുക്കി പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാതിരുന്ന ആളുകൾ പോലും താല്പര്യപ്പെടുന്ന രീതിയിലേക്ക്, ഇടതുപക്ഷത്തോട് അടുക്കുന്ന രീതിയിലേക്കുള്ള ദിനങ്ങളാണ് വോട്ടെണ്ണിയതിന് ശേഷം നിയുക്ത മുഖ്യമന്ത്രി, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം എന്നിവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഒന്ന്, മന്ത്രിമാരുടെ എണ്ണം വെട്ടിക്കുറക്കൽ എല്ലാവരും പോസിറ്റീവായി അംഗീകരിച്ചൊരു കാര്യമാണ്. ഇത് ഖജനാവിനുണ്ടാക്കുന്ന മെച്ചം ഉൾപ്പെടെ പോസിറ്റീവായി എല്ലാവരും അംഗീകരിച്ചു. 2, പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം വെട്ടിക്കുറച്ചത് വളരെ പോസിറ്റീവായി എല്ലാവരും അംഗീകരിച്ചു. ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ ഉൾപ്പെടെ ഞങ്ങളെ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ നല്ല നിലപാടാണ് എടുത്തിട്ടുള്ളത്. 3, മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന നിലപാട് നിയുക്ത മുഖ്യമന്ത്രി സഹ പിണറായി തന്നെ പറഞ്ഞത് വലിയ രീതിയിലേക്കുള്ള ഇംപ്രസീവ് ഡിസിഷനായി അത് മാറുകയാണ് ഉണ്ടായത്. 4, മധ്യവർത്തികൾ ഈ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ നിയന്ത്രിക്കാൻ വരരുത്, ഞാൻ മുമ്പ് ചാനൽ ചർച്ചയിൽ തന്നെ 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി പറയുന്നതിൻ്റെ ഒരു സിഗ്നലായിരുന്നു ചില അവതാരങ്ങളെക്കുറിച്ച് സഖാവ് പിണറായി പറഞ്ഞ ചില കാര്യങ്ങൾ. മധ്യവർത്തികൾ, മറ്റ് സിൽബന്ദികൾ എന്നീ സംസ്കാരം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അധികാരികളെ വലിയ രീതിയിലേക്ക് ജനവിരുദ്ധരാക്കി മാറ്റും എന്നുള്ള മുൻകാല അനുഭവം വെച്ച് തന്നെ സ്വമനസ്സിൽ ഇതിനെതിരെയുള്ള പോരാട്ടത്തിന് കേരളത്തിൻ്റെ മന്ത്രിമാർ, മുഖ്യമന്ത്രി എന്നിവർ തയ്യാറാകുമെന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു അത്. അതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു കരുത്തുറ്റ മുഖ്യമന്ത്രിയാണ് താൻ, ഭാവിയിൽ അങ്ങനെ ആയിരിക്കുമെന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ദിവസത്തിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിന് പൊതുവെ നല്ല അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തവരുടെ പ്രതീക്ഷ അസ്ഥാനത്തല്ല എന്ന് അവർക്ക് തോന്നി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാത്തവരുൾപ്പെടെ നല്ല നിലയിൽ അടുക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. പിന്നെ ഇന്നത്തെ തീരുമാനം, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായൊരു സംഗതിയായിരുന്നല്ലോ ലാലെ നമ്മുടെ ജിഷ സംഭവം. ജിഷയുടെ സംഭവത്തിനകത്ത് ഞാൻ പഴയ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ശ്രീ സിദ്ദീഖ് പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം അതൊക്കെ കുറേ പറഞ്ഞു, അതൊക്കെ ജനം ചർച്ച ചെയ്തുമാണ്, വിലയിരുത്തിയാണ്. പക്ഷേ അന്ന് ഞങ്ങൾ പ്രധാനമായി ഉന്നയിച്ചൊരു വിഷയമുണ്ടായിരുന്നു. ജിഷ സംഭവത്തിനകത്ത് UDF സർക്കാർ എടുക്കേണ്ടിയിരുന്ന നിലപാട്, അത് എടുത്തില്ല ദൗർഭാഗ്യവശാൽ. അതിലൊന്നായിരുന്നു ഒരു വനിതാ ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു ടീം അന്വേഷിക്കണം.
ഇങ്ങനെയുള്ളൊരു സംഭവമായതുകൊണ്ട് അതിൻ്റെ ഭാഗമായി സന്ധ്യ IPSന്റെ നേതൃത്വത്തിലുള്ള ADGPയുടെ ഒരു സ്പെഷ്യൽ ടീമിനെ അന്വേഷിക്കാമെന്ന് തീരുമാനിച്ചു. 2 ജിഷയുടെ അമ്മക്ക് പെൻഷൻ 5,000 റുപ്പീസ് പെൻഷൻ മാസം നൽകുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടു. സഹോദരിയുടെ ജോലി കാര്യം ഡിസ്കസ് ചെയ്തു. വീട് 45 ദിവസത്തിനുള്ളിൽ ജിഷയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തു. നാളെ ഒരു ജിഷ ഈ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഈ മേഖലയിൽ കരുത്തുറ്റ രീതിയിൽ ഇടപെടുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അത് വലിയ രീതിയിലേക്ക് സമൂഹം അംഗീകരിച്ച ഒരു നിലപാടായിരുന്നു. രണ്ടാമത് അപ്രഖ്യാപിത നിയമന നിരോധനം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്, ഒരുപാട് വിഷയമുണ്ടായത്, യുവജന സംഘടനകൾ പോരാടിയതാണ്. കേരളത്തിൻ്റെ യൂത്തിന് ഒരു കൺസ്ട്രക്റ്റീവ് യൂത്തായി മാറാൻ, ക്രിയേറ്റിവിറ്റി ഉള്ളൊരു നാടായി നാട് മാറാനുള്ള വേക്കൻസികൾ ഇവിടെ ഇല്ല, പുതിയ സംരംഭങ്ങളില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അതിനുള്ള പദ്ധതികൾ വരുന്നില്ല. ഇതൊക്കെ ഡിസ്കസ് ശ്രീ മുഹമ്മദ് റിയാസ്, ഒപ്പം ഫക്രുദ്ദീൻ അലിയിലേക്കും തിരിച്ചെത്തേണ്ടതുണ്ട്. തീരുമാനങ്ങളാണ് ഇന്ന് പിണറായി മന്ത്രിസഭയുടെ തീരുമാനങ്ങളായി വന്നത്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായി. പ്രധാനപ്പെട്ട വിവാദ വിഷയങ്ങളിലും സർക്കാർ ഇടപെട്ടിരിക്കുന്നു. ജിഷ കേസ് അന്വേഷണം ADGP സന്ധ്യയെ ഏൽപ്പിച്ചിരിക്കുന്നു. പുതിയൊരു ടീമാണ് അന്വേഷിക്കുന്നത്. AK ബാലൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭാ ഉപസമിതി കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കും. ഒപ്പം പൊതുവിതരണ സമ്പ്രദായത്തിൽ ഇടപെടുന്നതിന് 150 കോടി രൂപ ക്ഷേമ പെൻഷനുകളും ഉയർത്തി. ഈ തീരുമാനങ്ങൾ LDF സർക്കാരിൻ്റെ പ്രതിച്ഛായ അവർ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പാകെ വച്ചത് അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണോ? എന്തൊക്കെയാണ് പ്രതീക്ഷകളും ആശങ്കകളും? ആ ചർച്ചയിലേക്കാണ് എത്തേണ്ടത്. മുഹമ്മദ് റിയാസ്, അജിത് കുമാർ, ശ്രീ ഫക്രുദ്ദീൻ അലി, ഒപ്പം സിദ്ദിഖും ചർച്ചയിൽ ചേരുന്നുണ്ട്. ചർച്ചയിലേക്ക് എത്തുന്നതിന് മുമ്പ് ശ്രീ ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുതിയ ഒരു മുഖം നൽകുന്നതിന് പിണറായി വിജയൻ തയ്യാറാകുന്നത് നമ്മൾ കണ്ടതാണ്. ആ അർത്ഥത്തിൽ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുക, മോടി പിടിപ്പിക്കുക പോലെയുള്ള കാര്യങ്ങൾ, മന്ത്രിമാരുടെ മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ദുർവ്യയം ഉണ്ടാക്കാതിരിക്കുക, ഒപ്പം പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ പരിമിതി വരുത്തുക, ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ടതാണ്. ഒപ്പം അവതാരങ്ങളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞത് ഉൾപ്പെടെ ഇപ്പോൾ മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടി. അതിന് ചുവട് പിടിച്ച് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊപ്പം പോകുന്ന ഒരു LDF സർക്കാർ എന്നുള്ളത് തന്നെയാണോ ഇന്നത്തെ ഈ മന്ത്രിസഭാ തീരുമാനങ്ങൾ വരുമ്പോൾ കാണേണ്ടത്? അതോ സിദ്ദിഖൊക്കെ ആശങ്കപ്പെട്ടതുപോലെ ഈ സാധാരണക്കാർക്ക് പ്രയോജനമുള്ള തീരുമാനങ്ങൾ ഇനിയും വരാനിരിക്കുന്നു, അതിനി വരികയേ ഉള്ളൂ എന്ന അർത്ഥത്തിൽ ഇതിനെ കാണണമോ? അല്ല, വളരെ ഓരോ മന്ത്രിമാരും ഓരോ ജനപ്രതിനിധിയും തന്നോട് തന്നെ അക്കൗണ്ടബിൾ ആയിരിക്കണം എന്ന രീതിയിലുള്ള സമീപനമാണ് ഈ ഒരു LDF ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം വർഷാവർഷം തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ്. വർഷാവർഷം പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുക, കൃത്യമായിട്ട് ഇവാലുവേഷൻ ഓരോ മിനിസ്റ്ററിയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വിധേയമാകുന്ന ഒരവസ്ഥാവിശേഷം. ഇത് മുമ്പൊരു പക്ഷേ കേരളം നമ്മൾ കാണാത്തൊരു കാര്യമാണ്. ഡൽഹിയിലെല്ലാം ആം ആദ്മി പാർട്ടി അവരാണല്ലോ ഒരു നവരാഷ്ട്രീയം, അവർ പറയുന്ന രാഷ്ട്രീയ അവരുടെ നയസമീപനങ്ങളും പലതും കേരളത്തിൽ ഓൾറെഡി നമ്മൾ പരീക്ഷയാണ്. പക്ഷേ ഇതൊന്നും നമ്മൾ പരീക്ഷിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നയസമീപനം ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മൾ വലിയ അങ്ങനെ രീതിയിലുള്ള അവകാശവാദങ്ങളൊന്നും ഞാൻ കണ്ടില്ല. വളരെ പ്രാക്ടിക്കലായിട്ട് യാഥാർത്ഥ്യബോധത്തോടുകൂടി കാര്യങ്ങൾ കാണുന്നു. വളരെ ശാസ്ത്രീയമായി ഇന്ന ഡേറ്റ് ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന ആൾ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇപ്പം ഈ UDF ഗവൺമെൻറ് കഴിഞ്ഞ തവണ അധികാരം ഏറ്റെടുത്ത സമയത്ത് ഈ സമയം നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ആഗ്രഹങ്ങളായി, പക്ഷേ ദിശാബോധം ഉണ്ടായിരുന്നില്ല. ഇത് ആഗ്രഹങ്ങൾ പരമാവധി വളരെ കൃത്യമായി ലിമിറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് അത് കൃത്യമായി ആ ടാർഗറ്റിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇതിപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ തന്നെ സഹായിക്കുന്ന ആളുകളും മറ്റും ഉണ്ടാകും. ഇവരൊക്കെ തന്നെ അവരവരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ ഇന്ന ആളാണ് ഒക്കെ പറഞ്ഞ പല സ്ഥലത്തും പോകും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് ഓരോ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ, അടുത്തുള്ള ആളുകളാണ്, അകലെയുള്ള ആളുകളാണ്, അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം, അവരെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള സൂചന ഇൻഡിക്കേറ്റർ സമൂഹത്തിന് കൊടുക്കുകയും പോസിബിൾ ആയിട്ടുള്ള എല്ലാ വഴിയിലും ഈ ഗവൺമെൻറ്റിന് ഇങ്ങനെ ചീത്തപ്പേരുണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ട് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ഞാൻ ഈ ഗവൺമെൻറ് കാണുന്ന പ്രത്യേകത. ശ്രീ അജിത് കുമാർ, ഒരുപക്ഷെ ഈ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞത് തന്നെ നമ്മൾ കാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ സരിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വന്ന ജനങ്ങളുടെ മുമ്പിലെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ടതായിരുന്നു. അത് ഒരുപക്ഷെ
കളങ്കിതരാകാൻ സാധ്യതയുള്ള ആളുകളെ തിരിച്ചറിഞ്ഞ് അവരെ തുടക്കം മുതൽ തന്നെ ഒഴിവാക്കി നിർത്തേണ്ടതായിരുന്നു. അങ്ങനെയുള്ളവർക്ക് സ്ഥാനമില്ല. എൻ്റെ അടുപ്പക്കാരാണെങ്കിൽ കൂടി, എനിക്ക് വിശ്വസ്തരാണെങ്കിൽ കൂടി, ഒരുപാട് കാലം എന്നോടൊപ്പം ഉള്ളവരാണ് എന്ന് പറഞ്ഞ് അവരെ സംരക്ഷിക്കുക എന്നുള്ളതല്ല ശ്രീ പിണറായി വിജയൻ തുടക്കം മുതൽ ചെയ്തിരിക്കുന്നത്. അവർക്കൊക്കെ ഒരു കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് മന്ത്രിസഭയ്ക്ക് ഒരു പ്രത്യേക രീതിയിൽ നിയമപരമായും ഭരണഘടനാപരമായും പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുക എന്ന് ഉറപ്പാക്കുകയല്ലേ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത വാചകങ്ങളിൽ വരുന്ന കാര്യങ്ങളുടെ അർത്ഥം പ്രകടിപ്പിക്കുക എന്നത് മാത്രമല്ല, അത് നടപ്പിലാക്കുകയല്ലേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ ലാൽ അദ്ദേഹം ദൃഢപ്രതിജ്ഞ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ദൃഢമായിട്ട് തന്നെ അദ്ദേഹം ദൃഢചിത്തനാണ്, ദൃഢമാനസനാണ്, ദൃഢശരീരനാണ്. ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ, നമ്മളൊക്കെ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നമുക്ക് നൽകിയിരുന്നു. അതൊക്കെ അദ്ദേഹം കൃത്യമായിട്ടൊന്ന് റിഫൈൻഡ് ആയിട്ടൊന്ന് ട്യൂൺഡായിട്ട് ഏതൊക്കെയോ ഫിറ്റ്നസ് സെൻറ്ററിൽ പോയി അദ്ദേഹം എന്താ പറയുക ഒരു പരിണാമത്തിന് വിധേയനായിട്ടുണ്ട്. അത് അദ്ദേഹം ഇപ്പോഴത്തെ സ്വതസിദ്ധമായ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ശൈലി ഇനി വരുന്ന കാലം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. പക്ഷേ നിയുക്ത മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എൻ്റെ പേര് പറഞ്ഞ ഡോക്ടർ ലാൽ ഇപ്പോൾ പറഞ്ഞ അവതാരങ്ങൾ എന്നുള്ള പ്രയോഗം ഞാൻ കടമെടുക്കുകയാണ്. ചില അവതാരങ്ങൾ ഉണ്ടാകും. അവർക്കാർക്കും ഞാൻ ഒരു ക്ലീൻ ചിറ്റും കൊടുത്തിട്ടില്ല, ആർക്കും ബ്ലാങ്ക് ചെക്കും കൊടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞു. അതിനിടയ്ക്ക് അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പേരിലാണ് അന്വേഷിച്ചപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ആ പേരൊന്ന് പറയുന്നത് ക്ഷമിക്കുക, അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ പേര് പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ പറഞ്ഞ ആൾ അല്ലെങ്കിൽ ഈ പ്രത്യേക വ്യക്തി ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകന് ഉതകുന്ന രീതിയിലുള്ള ഒരു കൗതുകത്തിൽ അന്വേഷിച്ച് വന്നപ്പോൾ ഒരു മിസ്റ്റർ നന്ദു എന്ന് പറഞ്ഞ ഒരാളിൻ്റെ പേരാണ് ശ്രീ പിണറായി വിജയൻ മനസ്സിൽ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ഒന്നുകൂടെ പുറകിലേക്ക് പോയപ്പോൾ ഇതുപോലൊരു സമാനമായ ഒരു പേര് ശ്രീ VS അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട് കേട്ടിരുന്ന ഒരു നന്ദകുമാറിൻ്റെ പേര്, ദല്ലാൾ നന്ദകുമാർ. അപ്പോൾ പിന്നെ അന്വേഷിച്ചപ്പോൾ ഈ ദല്ലാൾ നന്ദകുമാറും ഈ നന്ദുവും ഒരേ ആളല്ല എന്ന് മനസ്സിലായി, രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ്. അപ്പോൾ ശ്രീ VS അച്യുതാനന്ദനോടൊപ്പം ഒരു ദല്ലാൾ നന്ദകുമാർ ഉണ്ടായിരുന്നെങ്കിൽ ശ്രീ പിണറായി വിജയനോടൊപ്പം ഏതോ ഒരു നന്ദു ഒരു നന്ദുവിൻ്റെ പ്രേതം അദ്ദേഹത്തിനെ ആവേശിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സന്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് തോന്നി. അതുപോട്ടെ, അതുണ്ടാകാതിരിക്കട്ടെ. മറ്റൊന്ന്, ഈ പറഞ്ഞ ആദ്യത്തെ മന്ത്രിസഭയുടെ തീരുമാനങ്ങളെക്കുറിച്ച് ശ്രീ ഫക്രുദ്ദീൻ പറയുകയുണ്ടായി UDF ഗവൺമെൻറ്റിന് ഒരു ദിശാബോധം ഉണ്ടായിരുന്നില്ല. UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റിലെടുത്ത ഒരു തീരുമാനം എന്ന് പറയുന്ന ഒരു 100 ദിവസത്തേക്കുള്ള ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. ഒരു 100 ദിന കർമ്മ പരിപാടി ഓരോ മന്ത്രിമാർക്കും അവരവരുടെ വകുപ്പുകളിൽ ചെയ്യേണ്ടതായ ഈ ആദ്യത്തെ ഫസ്റ്റ് 100 days സ്റ്റേറ്റിന് വേണ്ടി നിങ്ങളുടെ ഓരോ വകുപ്പിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പോയിന്റ് ബൈ പോയിന്റ് ഒരു അജണ്ട തയ്യാറാക്കുക, ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ള ഒരു നയം, ഒരു തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ് തന്നെ എടുക്കുകയുണ്ടായി. ഇപ്പോൾ ഈ തവണ ഇത് അങ്ങനെയൊന്നും കാണുന്നില്ല. ഒന്ന്. രണ്ട്, ശ്രീ അജിത് കുമാർ, അതായത് ഈ 100 ദിവസത്തെ ഒരു പരിപാടി ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. ആ 100 ദിവസത്തെ പരിപാടി എന്തായി എന്ന ഫോളോ അപ്പാണ് 1 വർഷം ആഘോഷിച്ചപ്പോഴും അദ്ദേഹം നടത്തിയത് എന്നുള്ളത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുകയാണ്. ബിന്ദു കൃഷ്ണ കൂടി ചേർന്നിട്ടുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, പിണറായി മന്ത്രിസഭയുടെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിലെ ആദ്യത്തേത് എന്ന് പറയാവുന്നത് ജിഷ കൊലക്കേസ് അന്വേഷിക്കാൻ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടതുപോലെയുള്ള ഒരു ടീമിനെ നിയോഗിച്ചു എന്നുള്ളതാണ്. അതായത് ഞാൻ സ്ത്രീകളുടെ കാര്യമാണ് പറഞ്ഞത്, കോൺഗ്രസ്സുകാരുടെ കാര്യമല്ല. ഈ ശ്രീമതി സന്ധ്യ IPS ഏൽപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? ദിശ കൊലക്കേസുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ തീരുമാനത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ നെഞ്ചിലൊരു നെരിപ്പോടായി ഇപ്പോഴും അവശേഷിക്കുന്ന പ്രശ്നത്തിന്, ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുവാൻ ഈ അന്വേഷണം ഉതകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. യാതൊരു സാഹചര്യ തെളിവുകൾ പോലും അവശേഷിപ്പിക്കാതെ ഉള്ള ഒരു അവസരത്തില് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ കണ്ടെത്തുവാൻ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ശ്രമം എത്രയും പെട്ടെന്ന് അതിന്റെ തുടർച്ചയായി തന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം സുഗമമായി നടന്ന് അത് എത്രയും പെട്ടെന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയട്ടെ. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മന്ത്രിസഭ പ്രഖ്യാപിച്ചത് ജിഷയുടെ അമ്മയ്ക്ക് പെൻഷനും സഹോദരിക്ക് ജോലിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ബിന്ദുകൃഷ്ണ, ആ കാര്യത്തിൽ തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാട്ടാനുള്ളത്, ബിന്ദുകൃഷ്ണ, ഈ പോലീസ് ശാസ്ത്രീയമായി ഇതുവരെ അന്വേഷിച്ച കാര്യങ്ങൾക്ക് ഒരു കണ്ടെത്തൽ
കൃത്യമായി വരാൻ എന്ന് പറഞ്ഞതുപോലെ തോന്നി. പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഈ മന്ത്രിസഭയുടെ കണ്ടെത്തൽ. അല്ല, മന്ത്രിസഭയുടെ ആ കണ്ടെത്തലിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ കണ്ടതാ പോലീസ് അവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്ന്. പെരുമ്പാവൂരിലടക്കം പോയി നേരിട്ട് കണ്ട വ്യക്തികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ പോലീസ് ആ കാര്യത്തിൽ ആദ്യം നമുക്ക് എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന പോലെ ആ കാര്യം മാറി ത്വരിതഗതിയിലുള്ള അന്വേഷണം അങ്ങേയറ്റ ശാസ്ത്രീയമായ DNA ടെസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി ചെയ്തു. ആ തുടർച്ചയോടെ തന്നെ ഈ പുതുതായി നിയോഗിക്കപ്പെട്ട ടീമംഗങ്ങൾ, പ്രത്യേകിച്ചും ശ്രീമതി സന്ധ്യ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭയായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ്. വനിത എന്ന നിലയിൽ ഒരു പെൺകുട്ടിയുടെ കേസ് അന്വേഷിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു താല്പര്യം ഞങ്ങൾ എല്ലാവരും, പൊതുസമൂഹം നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സ്വാഗതം ചെയ്യുന്നത്. അതുപോലെ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം ജിഷമാരില്ലാത്ത നാടായി കേരളത്തെ മാറ്റുമെന്ന് പറഞ്ഞത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ജിഷമാർ മാത്രമല്ല, KK രമമാരുണ്ടാകാതെ, അഭിനന്ദുമാരുണ്ടാകാതെ, ആവണിമാരും അമ്പാടിമാരും ഉണ്ടാകാതെ, രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നമ്മുടെ സഹോദരിമാരുടെ താലിച്ചരടുകൾ മുറിച്ചു മാറ്റപ്പെടാതെ, നമ്മുടെ പിഞ്ചു ബാല്യങ്ങൾ അനാഥരാക്കപ്പെടാതെ, അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി ഏറ്റെടുക്കേണ്ടതാണ്. അത് ഏറ്റെടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം എന്നുകൂടി ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ തിരിച്ചു വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ മുഹമ്മദ് റിയാസ്, ബിന്ദു കൃഷ്ണയുടെ ആശങ്കകൾക്കുള്ള മറുപടി കൂടി ഉണ്ടോ മന്ത്രിസഭാ തീരുമാനങ്ങളിൽ? അല്ല, ശ്രീമതി ബിന്ദു കൃഷ്ണ കുറെ കൂടി പോസിറ്റീവായ വിഷയങ്ങളെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അവരിപ്പോഴും ഒരു നെഗറ്റീവ് രീതിയിലാണ് കാര്യങ്ങൾ, ചിലതിനെ ഒരു കുത്തുവാക്ക് പറയുന്ന പോലെയാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ കാര്യങ്ങൾ ബോധ്യപ്പെടും. എന്തായാലും UDFൻ്റെ ഭരണകാലത്ത് ശ്രീമതി ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം അവർ നയിച്ച ഗവൺമെൻറ്റിന് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കാൻ പറ്റി ജിഷ സംഭവത്തിൽ. അതിൽ മനസ്സിൻ്റെ ഉള്ളിൽ അവരെന്തായാലും അതിനെ സ്വാഗതം ചെയ്യുമെന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ വളരെ ഗൗരവത്തോടു കൂടി നാം കാണേണ്ട വിഷയങ്ങൾ കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയാണ്. ഈ സാമ്പത്തിക സ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വളരെ ഭാവനാപൂർണമായി തൻ്റെ വിഷൻ അവതരിപ്പിച്ചുകൊണ്ട് സഖാവ് പിണറായി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിയമന നിരോധനം. ഞാൻ നേരത്തെ പറഞ്ഞ് മുഴുമിപ്പിക്കാൻ ചില കാരണത്താൽ സാധിച്ചില്ല. ആ നിയമന നിരോധനത്തിന് 10 ദിവസത്തിനടക്കം ഏതൊക്കെയാണ് സർക്കാർ ഒഴിവുകൾ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് സ്വാഗതാർഹമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരിൽ വലിയൊരു ശതമാനമായ കേരളത്തിൻ്റെ യുവത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനമാണ് ഈ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാകാൻ കാരണമായ അഴിമതി പോലെ തന്നെ ഒരു പ്രശ്നമായിരുന്നു വിലക്കയറ്റം. ഞങ്ങൾ ഒരുപാട് തവണ നിയമസഭയിലും പുറത്തും പറഞ്ഞ കാര്യമാണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ശക്തിപ്പെടുത്തി 2006-11 കാലത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്തതുപോലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാക്കി വിലക്കയറ്റം പിടിച്ചു നിർത്താം. ദൗർഭാഗ്യവശാൽ UDF അത് ചെയ്തില്ല. അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. നയം അവർ പിന്തുടരുന്നത് അത് അനുവദിക്കുന്നതല്ല. എന്നാൽ ഇവിടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ 150 കോടി രൂപ മാറ്റിവെക്കും, അധികം ചെലവഴിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് സ്വാഗതാർഹമായ നിലപാടാണ്. വിലക്കയറ്റമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നു. ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക അത് കൊടുത്തു തീർക്കും. 1000 രൂപയാക്കി 1000 വർദ്ധിപ്പിച്ച് വീടുകളിൽ എത്തിക്കുവാനുള്ള നിലപാട് കൈക്കൊള്ളും. ജനുവരി 1 UDF ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, കടുംവെട്ട് തീരുമാനം, ആ തീരുമാനങ്ങൾ അന്വേഷിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിശ്ചയിച്ചു. അവർ റിപ്പോർട്ട് നൽകും. പഞ്ചവത്സര പദ്ധതികൾ കേരളത്തിൽ തുടങ്ങും. ഇതിനോടൊക്കെ അപ്പുറത്തേക്ക് ശ്രീമതി ബിന്ദു കൃഷ്ണ കേൾക്കണം, സ്ത്രീകളെയും കുട്ടികളെയും ഈ ഗവൺമെൻറ് പരിപാടികളിൽ ഇങ്ങനെ മുന്നിൽ നിർത്തി കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് അവസാനിപ്പിക്കാൻ സഖാവ് പിണറായി പറഞ്ഞത് ശ്രീമതി ബിന്ദു കൃഷ്ണയുടെ ശ്രദ്ധയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ഒരു MLA പോലും UDFന് സ്ത്രീകളില്ല. ശ്രീമതി ബിന്ദു കൃഷ്ണ ചേരാൻ വേണ്ടി പോകുന്ന KPCC യോഗത്തിൽ ശക്തമായി പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരു MLA ആയിരുന്നു ഉണ്ടായത്, ഇത്തവണ ഒരാൾ പോലുമില്ല. ഇവരെയൊക്കെ തോൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മത്സരിപ്പിച്ചു, കുരുതിക്കോഴികളാക്കി എന്നുള്ള വാദശക്തമാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് 2 വനിതാ മന്ത്രിമാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 2 പേരെ വനിതകളെ മന്ത്രിമാരാക്കി. 2 പോരാന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക്. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി 2 പേരെ മന്ത്രിമാരാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അപ്പോൾ സ്ത്രീകൾ കേവലം വോട്ട് ചെയ്യുന്ന ഉപകരണങ്ങൾ മാത്രമല്ല, സ്ത്രീകളും ഭരിക്കേണ്ടവരാണ്, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടവരാണ് എന്നുള്ളൊരു സന്ദേശം നൽകി. ഇത് ഭാവിയിൽ ശ്രീമതി ബിന്ദു കൃഷ്ണ, അതാണ് നിങ്ങൾക്കൊക്കെ ഉള്ള ശക്തമായ ഒരു സന്ദേശം. ഒരുപക്ഷെ
ഒരു കാര്യത്തിന് പോലും നിങ്ങൾക്ക് മറുപടി പറയാൻ, കോൺഗ്രസിന് വേണ്ടി മറുപടി പറയാൻ സാധിക്കാതെ വണ്ണം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിന്തിക്കാൻ വക നൽകുന്നതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ 2 വനിതാ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ എന്നുള്ളത്. മുഹമ്മദ് റിയാസ് ഒരുപക്ഷെ ബിന്ദു കൃഷ്ണ അവസാനം ഒരു കുത്തു കൊടുത്തതിനുള്ള മറുപടിയായി വേണമെങ്കിൽ തന്നതായി കാണുന്നുണ്ടോ? ഞാൻ ആരെയും കുത്തിയതൊന്നുമല്ല. ഉള്ള കാര്യം പറയുമ്പോ, സത്യം പറയുമ്പോ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. ഞാൻ അന്തസ്സോടെ സ്വാഗതം ചെയ്തുവല്ലോ ജിഷ കൊലക്കേസിൽ ശ്രീമതി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ വെച്ചതിനെ. വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നില്ലേ, ആ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഭേദമില്ലാതെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും തീർച്ചയായും നമ്മുടെ നാട്ടിൽ കഴിവുള്ളതാ. പക്ഷെ എങ്കിലും ജിഷ കൊലക്കേസിന്റെ ഉത്തരവാദികളെ കിട്ടാതെ ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ എല്ലാ സ്ത്രീകളുടെ, എല്ലാ പുരുഷന്മാരുടെ, എല്ലാവരുടെയും മനസ്സിലൊരു പൊതുവികാരം, ആ വികാരത്തിനൊത്ത് ഈ സർക്കാർ തീരുമാനം എടുത്തതിനെ സ്വാഗതം ചെയ്യുന്നു. അതിനൊന്നും ഒരു മടിയില്ല. നല്ലത് ആര് ചെയ്താലും നല്ലതെന്ന് പറയുവാനുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊന്നും നഷ്ടപ്പെടാൻ ഞങ്ങളാരും കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ. അതുപോലെ തന്നെ 2 വനിതാ മന്ത്രിമാർ വീണ്ടും ഒരു കുത്താണ് ശ്രീമതി ബിന്ദു കൃഷ്ണ. അവസാനം എല്ലാം പറഞ്ഞിട്ട് ആ ഒരു കുത്തുകൂടി കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത്. ഇതിപ്പോ 1-ാം ദിവസമല്ലേ ആയുള്ളൂ. റിയാസ്, പിന്നെ പ്രിയപ്പെട്ട റിയാസ്, എന്റെ ആത്മാർത്ഥത ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ സ്വാഗതം ചെയ്തത് അദ്ദേഹം ശ്രദ്ധിക്കാതെ പോലെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ 2 വനിതാ മന്ത്രിമാർ അതീവ ഗൗരവത്തോടെ, അതിലേറെ അഭിമാനത്തോടെ CPM-ന്റെ ആ തീരുമാനത്തെ 3-4 ദിവസമായി വാർത്ത വന്നപ്പോൾ തന്നെ ഏറെ സ്വാഗതം ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ചും ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള, ഞാനൊക്കെ ജനിക്കുന്ന കാലത്ത് അവര് കൊല്ലം SN കോളേജിലെ SFI രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയതാണ്. അന്ന് തൊട്ട് ഇങ്ങോട്ട് തുടർച്ചയായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു വനിത എന്ന നിലയിൽ അവർക്ക് കിട്ടിയ അംഗീകാരത്തെ വളരെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീമതി ശൈലജ ടീച്ചർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉന്നത നിലയിൽ പ്രവർത്തിക്കുന്ന, അവർക്കും കിട്ടിയ അവസരത്തെ, അവർക്ക് പാർട്ടി കൊടുത്ത അംഗീകാരത്തെ അങ്ങേയറ്റം സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ആ തീരുമാനങ്ങളൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് പോകുന്നു. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും. പക്ഷേ CPIക്ക് വനിതാ ബിജിമോളെ പോലെയുള്ളവർ 3ാമത് MLA ആയി വന്നു. ശ്രീമതി ഗീതാ ഗോപിയെ പോലെയുള്ളവർ 2ാമത് MLA ആയി വന്നു. എന്നിട്ടും ഒരാളെ പരിഗണിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി ഈ വേളയിൽ പങ്കുവയ്ക്കാനുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ അക്രമത്തെ കുറിച്ച് സൂചിപ്പിക്കാനിടയായത് ഒരു ഗവൺമെന്റ് അധികാരമേറ്റ ആദ്യ ദിവസങ്ങൾ തന്നെ ആ ഗവൺമെന്റിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ സ്വന്തം നാടായ പിണറായിലടക്കം നടന്ന അക്രമങ്ങൾ, പല തൃശ്ശൂരും കണ്ണൂരുമായി നടന്ന കൊലപാതകങ്ങൾ, ആ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നതിൽ അതിലൊന്ന് പറയാൻ, ലാലെ ഒന്ന് ക്ലിയർ ചെയ്യാൻ സമയം തരണം. അത് വളരെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന സംഭവമാണ്. പിണറായിയുടെ പ്രദേശത്ത് ശ്രീമതി ബിന്ദു കൃഷ്ണ, ഞാൻ നിങ്ങളെ ചർച്ചയ്ക്ക് ഗുണകരമാകുന്നു, അല്ലാതെ കൗണ്ടർ ചെയ്യല്ല. പിണറായിയുടെ പ്രദേശത്ത് ഞങ്ങളുടെ ഒരു പ്രവർത്തകൻ ആഹ്ലാദ പ്രകടനത്തിനിടയിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ ആക്രമിച്ചു, വാഹനം കയറ്റി കൊന്നു. ആ പ്രദേശത്ത് നിങ്ങൾ പറഞ്ഞല്ലോ, ശ്രീമതി ബിന്ദു കൃഷ്ണ ശ്രദ്ധിക്കണം, 2012 ശേഷം 3 പൊളിറ്റിക്കൽ മർഡർ അവിടെ നടന്നു. 3 പേരും CPIM-ന്റെ പ്രവർത്തകരായിരുന്നു. അതിൽ 1 സ്ത്രീയുണ്ട്, ശ്രീമതി ബിന്ദു കൃഷ്ണ, സരോജിനി അമ്മ, ഞങ്ങളുടെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയുടെ അമ്മയായിരുന്നു. രാത്രിയായിട്ട് മകനെ കാണാതെ കോലായിൽ ഇങ്ങനെ കാത്തുനിൽക്കുമ്പോൾ ബോംബെറിഞ്ഞ് കൊന്നത് RSSകാർ. അതിനുമുമ്പ് അഷ്റഫിനെ കൊലപ്പെടുത്തി. ഇപ്പോൾ അതാ 3ാമത്തതും. ഇവിടെ എത്രയെത്ര അക്രമങ്ങൾ നടന്നത്, 1 സൈഡ് അറ്റാക്കാണ് നടന്നത് RSSന്റെ നേതൃത്വത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, അതൊരിക്കലും ഒരു കോൺഗ്രസ് അതിന് സപ്പോർട്ട് ചെയ്യരുത്. ദേശീയ ഓഫീസ്, ഞങ്ങളുടെ ഓഫീസ് ആക്രമിച്ചു. അപ്പോൾ കേരളം ഒരു കലാപഭൂമിയാണെന്ന് വരുത്തി തീർത്ത് ഭാവിയിൽ ആർട്ടിക്കിൾ 356 ഉപയോഗിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ള ചർച്ച അവിടെ നടക്കുകയാണ്. BJP RSS പുള്ളിമാൻ്റെ പുള്ളി തേച്ച് മാറ്റി കളഞ്ഞാൽ പോകാത്ത അക്രമ സ്വഭാവമുള്ളതാണ്. ഒരിക്കലും കോൺഗ്രസ് അതിനെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് ജനം ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. നിങ്ങളുടെ മതനിരപേക്ഷ വോട്ടർമാരുൾപ്പെടെ നിങ്ങൾ BJPയോട് എടുക്കുന്ന, CPM-നോട് എടുക്കുന്ന സമീപനത്തിൽ BJPയോടൊരു മൃദു സമീപനവും CPM വിരോധവും നിങ്ങളുടെ മതനിരപേക്ഷ വോട്ടർമാർ അംഗീകരിച്ചില്ല എന്നുള്ളതിൻ്റെ വിജയം കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം നിങ്ങളുടെ വോട്ട് ചോർച്ച, ഇതുപോലുള്ള മൃദു സമീപനമാണ് BJPക്ക് കേരളത്തിൽ 4.5% വോട്ട് നിങ്ങളുടേത് ചോരാൻ കാരണമെന്നുള്ളത്. ഞാൻ തിരിച്ചു വരാം ശ്രീമതി ബിന്ദു കൃഷ്ണ, ഞാൻ അതിനുള്ള മറുപടി അങ്ങേക്ക് ഉണ്ടാകും. ബിന്ദു കൃഷ്ണയിലേക്ക് തിരിച്ചു വരാം. ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ CPIയുടെ കാര്യം കൂടി ബിന്ദു കൃഷ്ണ ഇവിടെ സൂചിപ്പിച്ചു. 2 മന്ത്രിമാർ പോരാ എന്നുള്ള നിലപാടാണ് CPM-നുള്ളത് എന്നാണ് മുഹമ്മദ് റിയാസ് തന്നെ ഇപ്പോൾ പറഞ്ഞത്. എന്നിട്ടും ബിന്ദു കൃഷ്ണ ബിജിമോളെ മന്ത്രിയാക്കാത്തതിൽ പറയുന്ന ആ ഒരു നിലപാട് ഏത് രീതിയിലാണ് കാണേണ്ടത്? ഈ ബിജിമോൾ CPIക്കാരുടെ സീനിയർ മോസ്റ്റ് MLA-മാരിൽ ഒരാളാണ്. ഇപ്പോൾ 3ാമത്തെ ടൈമാണെന്ന് തോന്നുന്നു. അവർക്ക് പരിഗണിക്കാമായിരുന്നു. ആ അർത്ഥത്തിൽ പരിഗണിച്ചിട്ടില്ലെങ്കിൽ തന്നെ അത് CPM-നെ സംബന്ധിച്ചിടത്തോളം 2 മികച്ച
സാമാജികരെ തന്നെ മന്ത്രിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞ തവണ ജയലക്ഷ്മി മന്ത്രിയാക്കിയ സാഹചര്യത്തെ നമുക്കറിയാലോ. ഏത് സാഹചര്യത്തിലാണ്? ബിന്ദുകൃഷ്ണൻ ബിന്ദുകൃഷ്ണൻ തോറ്റതുകൊണ്ട്. അപ്പോൾ ദളിത് സ്ത്രീ കടന്നു വരുന്നതിൽ ഒരു മടിയായിരുന്നു. അവസാനം രാഹുൽ ഗാന്ധിക്ക് ഇടപെടേണ്ടി വന്നു. ഏതായാലും ആ സാഹചര്യം ഉണ്ടായില്ല. ഒന്നിന് പകരം രണ്ടാണ് നിർത്തി എന്നുള്ളത് അതിനെ നമ്മൾ അനുമോദിക്കല്ലേ വേണ്ടത്. ഇവിടെ CPI-ക്കാർ എന്തോ ചെയ്തതിന് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല, റിയാസിനോട് പറയേണ്ട ആവശ്യമില്ല, അത് തെറ്റാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജ്യത്തേട്ടൻ പറഞ്ഞൊരു കാര്യത്തോട് വിയോജിപ്പുള്ളത്, ഞാൻ ഉമ്മൻചാണ്ടി സർക്കാരിന് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ദിശാബോധമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം 100 പരിപാടികൾ അങ്ങോട്ട് കൊണ്ടുവന്നു, എന്ത് അവസാനം എത്ര നടപ്പിലാക്കി? അതാണ് പറഞ്ഞത്, സ്വപ്നമുണ്ട്, ദിശാബോധമില്ല. എന്നാൽ ഇന്ന് പിണറായി വിജയൻ്റെ പത്രസമ്മേളനം നോക്കൂ, അദ്ദേഹം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ആ ലിമിറ്റഡ് ആയ നമുക്കൊക്കെ കേൾക്കാവുന്നവർക്ക് അറിയാം, അത് ശ്രമിച്ചാൽ നടപ്പിലാക്കാവുന്നതാണ്. പിണറായി വിജയനെ പോലുള്ള ആൾക്ക് നടപ്പാക്കിയ തീരുമെന്നുള്ള വട്ടുമുണ്ട്. ആ രീതി, അതാണ് നമ്മൾ റിയലിസ്റ്റിക്കലായിട്ട് വേണം കാര്യങ്ങൾ കാണാൻ. ഇപ്പം സത്യത്തിൽ ഞാൻ മാണി സാറിൻ്റെ ഓരോ ബജറ്റ് കണ്ട് അറിയാതെ കൈയടിച്ചു, ഗംഭീര ബജറ്റ്. പക്ഷേ അവസാനം ഈ കോട്ടയം മലപ്പുറം ബജറ്റ് വരുമ്പോൾ അവസാനം നമ്മൾ കണക്കെടുത്ത് നോക്കുന്നത്, ലാലിൻ്റെ കൂടെ ചർച്ചയ്ക്ക് വരാൻ വേണ്ടി കോട്ടയം മലപ്പുറം KM മാണി ബജറ്റ്. അപ്പം കോട്ടയം മലപ്പുറം ബജറ്റ് ഇങ്ങനെ വരുമ്പോൾ അവസാനം ഞാൻ ലാലൊക്കെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇതിനെ പഠിക്കല്ലോ, നമ്മൾ വെറുതെ വരില്ലല്ലോ, അതുകൊണ്ടല്ലേ ലാലിനെ നമ്മളെയൊക്കെ വിളിക്കുന്നത്. അപ്പൊ കോട്ടയം ട്രിവാൻഡ്രം മലപ്പുറം അങ്ങനെ പറയാന്ന് വിചാരിക്കും, ശിവകുമാറുള്ള. അപ്പം അവസാനം പിന്നെ അതിൽ മാത്രമായി പോവുകയും ചെയ്യും. അപ്പൊ 95% പരിപാടികൾ നടപ്പിലാക്കിയിട്ടില്ല. ഒരു 3% പകുതിയായി കിടക്കുന്നു, 2% നടപ്പിലാക്കി. ഇതാണ് സ്ഥിതി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കണ്ട ആളുകളൊക്കെ സംബന്ധത്തുമായി ഒരുപാട് മന്ത്രിമാരെ സൃഷ്ടിച്ചിട്ട് കാര്യമില്ല. ലിംഗവും അതുപോലെ തന്നെ പിന്നെ സാമുദായിക പരിഗണനയും വെച്ചുകൊണ്ട് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനത്തിനും പൊതുവെ ഒരു ദീർഘദൃഷ്ടിയോടുകൂടി ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സയന്റിഫിക്കായി നടപ്പിലാക്കാൻ പറ്റണം. ആ രീതി വളരെ നല്ല തുടക്കമാണ് സഖാവ് പിണറായി വിജയന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ തന്നെ അതിനെ കാണും. ശ്രീ അജിത് കുമാർ, ഞാൻ തിരിച്ചെത്താം. അജിത് കുമാർ, ഈ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിന് ആർക്കും പൈസ കൊടുക്കേണ്ടതില്ല എന്ന് നേരത്തെ ഫക്രുദ്ദീൻ പോലും പറഞ്ഞു. 100 ദിവസത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറയുക, പിന്നെ അത് 1 വർഷം വേറെ പരിപാടികൾ ഉണ്ടാക്കുക, അതേപോലെ വലിയ പ്രോജക്റ്റുകൾ വികസനത്തിൻ്റെ പേരിൽ പറയുക. ഇതൊക്കെ പറയുമ്പോഴും ഈ കൃത്യമായി ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണോ, എത്ര ധനം ഉണ്ട്, സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കിയാണോ കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്നതൊരു പ്രശ്നം തന്നെയല്ലേ? അത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉള്ളതല്ലാത്തത് കൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചടി നേരിടുന്നതും ഇപ്പോൾ സംസ്ഥാനം വലിയ സാമ്പത്തിക ദുസ്ഥിതിയിലേക്ക് പോയതും? ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞ ആ ഒരു കാര്യത്തോടെ ഞാൻ യോജിക്കുകയാണ്. സ്വപ്നം കാണാൻ കഴിയണം മനുഷ്യന്. സ്വപ്നങ്ങൾ കണ്ടിട്ടാണല്ലോ സ്വപ്നങ്ങൾ സഫലീകരിക്കാനും യാഥാർത്ഥ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങുന്നത്. സ്വപ്ന സാഫല്യത്തിന് വേണ്ടി UDF ഗവൺമെൻറ് ആദ്യത്തെ കുറേ വർഷങ്ങൾ, ഞാൻ പറയട്ടെ, 5 വർഷത്തിനിടയ്ക്ക് ഒരു പാതിയിലേറെ, ഒരു 3-3.5 കൊല്ലത്തോളം ഒരു സ്വപ്ന സാഫല്യത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 50 കൊല്ലം ഉണ്ടാകാഞ്ഞ നേട്ടങ്ങൾ ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ വികസന രംഗത്ത് കേരളത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്നുള്ളത് ആ സ്വപ്ന സബലീകരണത്തിൻ്റെ ഒരു നിദർശനം തന്നെയാണ് ശ്രീ ഫക്രുദ്ദീൻ ഡോക്ടർ ലാൽ. അപ്പം സ്വപ്നം കാണാം, എല്ലാ സ്വപ്നങ്ങളും ഫലിക്കണം എന്നില്ല. സ്വപ്നം ഫലിക്കാം, ചിലപ്പം സാഫല്യത്തിലെത്താൻ കാലമെടുക്കാം. ഗവേണൻസ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഓക്കെ, അപ്പോൾ UDF കണ്ട UDF ഗവൺമെന്റ് ജനത്തിന്, കേരള ജനതയ്ക്ക് വേണ്ടി, അല്ല കേരളത്തിന് വേണ്ടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ സർക്കാർ എടുത്ത ഒരു പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതി എന്താണെന്ന് അങ്ങേക്ക് ചൂണ്ടിക്കാട്ടാമോ? ആരോഗ്യ രംഗത്ത് എന്താണ് കേരളം 60 വർഷക്കാലമായി നേടിയെടുത്ത അതിനൊപ്പം നിൽക്കാവുന്ന ഒരു സ്വപ്ന പദ്ധതി എന്ന് അങ്ങേക്ക് പറയാമോ? മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുക, മെഡിക്കൽ കോളേജ് ആക്കുക, അതിനുവേണ്ടി പണം എന്താണെന്നുള്ളത് ആർക്കും അറിയാത്ത അവസ്ഥ. ഇതല്ലാതെ എന്താണ് ഓരോ മണ്ഡലത്തിലും പുതിയ കോളേജ് തുടങ്ങുക, ഇതൊക്കെ അല്ലാതെ എന്താണ് കൃത്യമായി ഒരു സ്വപ്ന പദ്ധതിയായി കേരളത്തിലെ കൃത്യമായി എനിക്ക് പറയാനുള്ള ഉത്തരങ്ങൾ കൂടി അങ്ങ് ചോദ്യത്തിൽ ലോഡ് ചെയ്ത് വെച്ച് ചോദ്യങ്ങൾ ചോദിക്കല്ലേ പ്ലീസ്. ഞാൻ കൃത്യമായി അല്ലല്ല അത് തന്നെ പറയാമല്ലോ. സി, നമുക്കൊക്കെ ഓർമ്മയുള്ള, നിങ്ങളൊക്കെ കുറച്ചുകൂടെ ചെറുപ്പമാണ്, നമുക്കൊക്കെ ഓർമ്മയുള്ള കാലം മുതൽ കേരളത്തിൽ എത്ര മെഡിക്കലുകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. ഒന്ന് തിരുവനന്തപുരം കഴിഞ്ഞാൽ, ആലപ്പുഴ കഴിഞ്ഞാൽ കോഴിക്കോട്, കോട്ടയം 4 എണ്ണം, കോട്ടയം കോഴിക്കോട്, അങ്ങനെ 4 മെഡിക്കലുകൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം. ഇത് എത്രയോ കാലമായിട്ട്, ഒരു 1/2 നൂറ്റാണ്ടോളം നമുക്ക് അതേ ഉണ്ടായിരുന്നുള്ളൂ.
അതിനൊക്കെ ശേഷം ഇവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് നമുക്ക് ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. ഒരു അവിടുത്തെ ഒരു 7-ാം നമ്പർ വാർഡിൽ കടന്നിരുന്ന മെഡിക്കൽ കോളേജിൽ എന്നെ പറയാൻ സമ്മതിക്കുമോ? എനിക്ക് പറയാനില്ല. ബോർഡ് മാറ്റിയതുകൊണ്ട്, ജനറൽ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് ആക്കിയതുകൊണ്ട് അത് മെഡിക്കൽ കോളേജ് ആകുമോ? ഞാൻ ഒരു കാര്യം പറയട്ടെ പ്ലീസ്. എനിക്ക് പറയാനുള്ളത് അങ്ങ് കയറി പറഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണ്ടല്ലോ. ആ 3 മെഡിക്കൽ കോളേജുകളിൽ നിന്നും എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകളും ഉത്തര മലബാറിലും അല്ലെങ്കിൽ തിരുക്കൊച്ചിയിലും സെൻട്രൽ കേരളയിലും ഒക്കെ റീജിയണൽ ക്യാൻസർ സെൻ്ററുകൾ ഇതൊക്കെ കൊണ്ടുവന്നത് ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിലാണെന്ന് ഡോക്ടർ ലാൽമാർക്ക് ഞാൻ ക്ഷമിക്കുക, എനിക്ക് ഇൻട്രപ്ഷൻ വന്നു തോന്നിയുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പ്ലീസ്, എനിക്ക് പറയാനുള്ളത് തന്നെയാണ് അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ആരോഗ്യരംഗത്ത് കൂടുതൽ ജനങ്ങളിലേക്ക് നമ്മുടെ ഈ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ പറഞ്ഞ പോലുള്ള കാരുണ്യ പോലുള്ള ഈ ചികിത്സാ പദ്ധതികളും ഒക്കെ എത്തിച്ചു തന്നതിന് ഏറ്റവും വലിയൊരു നേട്ടമല്ലേ? ആ മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടങ്ങൾ പോട്ടെ, കെട്ടിടങ്ങൾക്ക് അപ്പുറത്തും അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്കുള്ളിലുമുള്ള മനുഷ്യജീവൻ അവർക്കൊക്കെ ആശ്വാസം അണയ്ക്കാൻ വേണ്ടി. മഞ്ചേരി മെഡിക്കൽ കോളേജിനെ കുറിച്ച് അങ്ങേക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. ആ മെഡിക്കൽ കോളേജിനെ കണ്ടിട്ടുള്ള ആളുകൾക്ക് ആർക്കും തന്നെ മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ള സങ്കല്പം തന്നെ പോകുന്നതാണ്. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചെത്താം. ഈ ഇടവേളയ്ക്ക് ശേഷം ഞാനില്ല സർ, എനിക്കൊരു മറുപടി തരാൻ സമയം തരൂ. ഫക്രുദ്ദീൻ അലി, ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളും എന്തായാലും താരതമ്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോൾ ബിന്ദു കൃഷ്ണ പറഞ്ഞ രീതിയിൽ ഈ സർക്കാർ കഴിഞ്ഞ സർക്കാരിനോടൊരു പ്രതികാര ബുദ്ധിയോടുകൂടി പെരുമാറുന്നു എന്നൊരു തോന്നൽ അവർക്കുണ്ടാകാൻ ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പോൾ ജനുവരി 1 മുതലുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പറയുമ്പോൾ ആ രീതിയിൽ കാണേണ്ടതുണ്ടോ? അല്ല, ആ രീതി കാണേണ്ടതില്ല. കാരണം എല്ലാ തീരുമാനങ്ങളും പുനഃപരിശോധിച്ച് എല്ലാം റദ്ദാക്കുന്ന മുമ്പൊക്കെ അങ്ങനെ എല്ലാം അങ്ങ് റദ്ദാക്കി കളയുന്നൊക്കെ വരുന്ന ആളുകൾ പറയുമായിരുന്നു. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അത് ജനോപകാരപ്രദമല്ലാത്തത്, എന്തെങ്കിലും തട്ടിപ്പ് നടന്നിട്ടുള്ളത് അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ ലാവലിയും പോലെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നാളെ പിണറായി വിജയനെതിരെ പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് വരും. സത്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല ചെയ്തത്, ഇവരായിരിക്കും ചെയ്തു വെച്ചത്. അപ്പം ഇതൊക്കെ മുൻകൂട്ടി കണ്ട് പ്രശ്നങ്ങൾ ഉള്ളതിനെ മാറ്റി നിർത്തുക. ഇവിടെ എനിക്ക് തോന്നുന്നു റിയാസ് പറഞ്ഞതിലും അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ പറഞ്ഞതിലും ഇടയ്ക്കാണ് സത്യമുള്ളത്. എന്താണ് റിയാസ് പറഞ്ഞ കാര്യം? പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി, അങ്ങനത്തെ ഒരു ക്യാബിനറ്റ്, അങ്ങനത്തെ ക്യാബിനറ്റാണ് വരാൻ പോകുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഞാൻ പറഞ്ഞ പോലെ ടു മച്ച് ഓഫ് ഡ്രീംസ് ആയിരുന്നു, ഒരു ഓറിയന്റേഷൻ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ ബിന്ദു കൃഷ്ണ വന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് 100 പരിപാടികൾ കണ്ടതിൽ 5% ഏതാണ്ടൊക്കെ നടപ്പിലാക്കിയത്. അതിലൊന്നാണ് ഈ പറഞ്ഞ കാരുണ്യ, 2 എയർ ആംബുലൻസ്. ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് എയർ ആംബുലൻസ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കുട്ടികളെ സർജറിയുടെ വിഷയം. അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം സാമൂഹ്യക്ഷേമ രംഗത്ത് ഇവർ സക്സസ്ഫുള്ളായി നടപ്പിലാക്കി ഇത്തരം കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവരുടെ ഈ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടിയുടെ 5 വർഷ ഗവൺമെൻറ്റിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇവിടെ മാറാട് 1-2 പോലെയുള്ള വിഴിഞ്ഞം അതുപോലെ തന്നെ ഈ കൈവെട്ട് കേസ് പോലെയുള്ള വലിയ കമ്മ്യൂണൽ ഇൻസിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ കമ്മ്യൂണലായിട്ടുള്ള വിഷയങ്ങളിൽ, മതനിരപേക്ഷതയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ദത്താവധാനതയുള്ള പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമ്പോൾ ആ ഒരു നയം കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയി. കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പറയുമ്പോൾ പോലീസിന് സജ്ജമാക്കാൻ മാത്രം പോലെ സ്കൂളുകൾ വഴി, ഇപ്പോൾ ഉത്തരേന്ത്യൻ സിലബസുകൾ ഫോളോ ചെയ്യുന്ന CBSE സിലബസൊക്കെ ഫോളോ ചെയ്യുന്ന പല സ്കൂളുകളും ഈ RSS കമ്മ്യൂണൽ വനം വരുന്നുണ്ട്. അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ സ്വാധീനമുള്ള സ്കൂളുകളിലും മുസ്ലിംസിന് വരുന്നുണ്ട്. ഇത്തരം സ്കൂളുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, കാരണം ഭരണഘടനാപരമായ പ്രശ്നം. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഒരു സോഷ്യൽ സ്പിയറിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, ഒരു പൊതു ഇടത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, ആളുകളെ പരസ്പര ബന്ധത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, വിദ്യാഭ്യാസവും സാംസ്കാരികവുമായിട്ടുള്ള വകുപ്പുകളെല്ലാം ചേർന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടും അതേത് രാഷ്ട്രീയ പാർട്ടിയുടെ സഹായത്തോടു കൂടി ചില ഇടപെടലുകൾ നടത്തേണ്ട ആവശ്യമുണ്ട്. അത് ദീർഘവീക്ഷണത്തോടു കൂടി ഒരു 10-20 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യണം. യെസ്, ശ്രീ അജിത് കുമാർ, ഒരുപക്ഷെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന് കൃത്യമായി ഈ പ്രതിപക്ഷം ജനങ്ങളുടെ മുമ്പാകെ വച്ചതുപോലെ ജനോപകാരപ്രദമായി ഒന്നും വന്നിട്ടില്ല, വലിയ പദ്ധതികളൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല, സാമ്പത്തിക സ്ഥിതി മോശമാക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വൻ അഴിമതി, ഈ കഴിഞ്ഞ ഈ 60 വർഷക്കാലമായി കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വരെ വന്നത്, വലിയ രീതിയിലേക്ക് ബഡ്ജറ്റ് കച്ചവടം പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്, ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങളിലേക്ക് പോയതൊക്കെ, മന്ത്രിമാരുടെ പേരിൽ ആരോപണം, കോടതിയിൽ കേസ്, ഇതിൻ്റെ പിന്നാലെ പോവുക, അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കാം. ആ മന്ത്രിമാരെ രാജിവെപ്പിക്കില്ല, രാജിവെച്ചാൽ KP വിശ്വനാഥൻ്റെ പഴയ അനുഭവം ഇവർക്കുണ്ടാകും, അവരുടെ മുഖം നഷ്ടപ്പെടും എന്ന രീതിയിലുള്ള വാശിയൊക്കെ ഉണ്ടായത് സർക്കാരിൻ്റെ മുഖം നഷ്ടപ്പെടുത്തിയില്ലേ?
ഡോക്ടർ ലാൽ, ശ്രീമതി ബിന്ദുകൃഷ്ണ പറഞ്ഞ് നിർത്തിയിടത്തു നിന്ന് ഒരു പോയിന്റ് ഒന്ന് ഞാൻ അതിലേക്കൊന്ന് വന്നിട്ട് അങ്ങയുടെ ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് വരാം. അതായത് ഒരു പിന്തുടർച്ചയായിട്ട് വരുന്ന ഒരു സർക്കാർ അവരുടെ മുൻഗാമികൾക്കെതിരെ പ്രതികാരബുദ്ധിയോട് പെരുമാറിയാൽ ജനം പിന്നീട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. 1977 തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി ഉത്തരേന്ത്യ മുഴുവൻ കേരളം ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാന ചർച്ചയ്ക്ക് സ്കോപ്പില്ല. പറയട്ടെ പ്രതികാര ബുദ്ധിയോട് പിന്നീട് വന്ന മൊറാർജി ദേശായിയുടെ ജനതാ പാർട്ടി ഗവൺമെന്റ് ഷാ കമ്മീഷനെയൊക്കെ വെച്ച് ഷാ ആയോഗമൊക്കെ വെച്ച് ഒരുപാട് അന്വേഷണവും ഇതൊക്കെ നടത്തിയതിന് ശേഷം അവർക്കെതിരെ പ്രതികാര ബുദ്ധിയോട് പെരുമാറിയതിൻ്റെ ഫലം 3 കൊല്ലം കൊണ്ട് അറിഞ്ഞല്ലോ. തിരിച്ച് എത്ര ശക്തമായിട്ടാണ് 80-ൽ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചു വരിക, 84-ൽ അവർ കൊല്ലപ്പെടുന്നവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഒരു പ്രതികാര ബുദ്ധി ഒരു സർക്കാരിനും വേണ്ട. അത് കേരള ജനത പ്രത്യേകിച്ച് അംഗീകരിക്കത്തുമില്ല. മറ്റൊന്ന്, ഈ വികസനത്തിന് വേണ്ടി പണം കണ്ടെത്തുന്നതിന് എന്തോ ബുദ്ധിമുട്ടുണ്ടായി, ഇത് മുഴുവൻ ഇവിടെ അഴിമതി നടത്തി എല്ലാവരും അങ്ങ് കൊള്ളയടിച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറയും. ഇവിടെ ഈ സർക്കാരിൻ്റെ ഈ ട്രാൻസ്ഫർ ഓഫ് ഈ പ്രൊസീജിയർ എങ്ങനെയാണ്, ഇതിന് ട്രാൻസ്ഫർ ഓഫ് മണി അതിൻ്റെ പ്രൊസീജിയർ ഇതെല്ലാം ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ബുക്ക് ട്രാൻസ്ഫർ അല്ലേ? ബാങ്കിൽ അല്ലെങ്കിൽ ട്രഷറിയിൽ ഇങ്ങനെ 1000-ൻ്റെ 500-ൻ്റെ നോട്ടുകൾ ഇങ്ങനെ കെട്ടി അടുക്കി വെച്ചിട്ട് അതെടുത്ത് കോൺട്രാക്ടർക്ക് കൊടുക്കുക അല്ലെങ്കിൽ മറ്റേ പദ്ധതി കൊടുക്കുക എന്നാണോ അങ്ങനെയാണോ ആരെങ്കിലും ധരിക്കുന്നത്? അതല്ലല്ലോ. സർക്കാരിന് ഇപ്പറഞ്ഞതുപോലുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടും ഇല്ല എന്ന് മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീ ഐസക് അദ്ദേഹത്തിനും അത് നല്ല ബോധ്യം ഉണ്ടാവും. വലിയ കടമാണ്. പിന്നെ താങ്കൾ പറഞ്ഞ അഴിമതികളെ കുറിച്ച് കേട്ടാ തോന്നുന്നു ഇവിടെ ഈ സോളാർ അഴിമതിയൊന്നും സംസ്ഥാനത്തിന് സ്റ്റേറ്റ് എക്സ്ചക്കർ എന്ന് പറയുന്ന സംസ്ഥാന ഖജനാവിന് ഒരു പൈസയുടെ നഷ്ടം ഈ പറഞ്ഞ ഒന്നും ഉണ്ടായിട്ടില്ല. നഷ്ടമുണ്ടാക്കാതെ എന്ത് ദുർവ്യാഖ്യാനം വേണ്ട. വിധി എഴുതി കഴിഞ്ഞു. വരികൾക്കിടയിൽ വായിക്കരുത്. ഞാൻ ജെ അജിത് കുമാർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ട്? അല്ല, അജിത്തേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയാണ്. അജിത്തേട്ടൻ ഈ പറയുന്ന പോലെയല്ല. ഇവർ ചില വികസന പ്രവർത്തനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ചില നിക്ഷേപങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും കൃത്യമായ ഒരു സമയത്ത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രതിഫലം അങ്ങോട്ട് കിട്ടുന്ന രീതിയിലല്ല. മാത്രമല്ല കുടിശ്ശികൾ വൻതോത് പിരിക്കാനുണ്ട്. അവസാനം ഞാനൊക്കെ ഇവിടെ നിന്ന് വിമർശിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം കുടിശ്ശിക പിരിക്കണോ സുപ്രഭാത ഇലക്ഷൻ്റെ 4 മാസം മുമ്പ് തോന്നി ഓരോരോ കച്ചവടക്കാരന് 10 ലക്ഷം എഴുതി കൊടുത്തു. ഒരു കച്ചവടക്കാരൻ ആത്മഹത്യ ചെയ്ത് പല ആത്മഹത്യ വക്കീലായി. ഈ രീതിയിൽ സയൻറ്റിഫിക് ആയിട്ട് വീക്ഷണം ഉണ്ടായിരുന്നില്ല. ഓരോ സമയത്തും ലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ശമ്പളം തരാൻ വേണ്ടിയിട്ട് പണം കടം മേടിക്കുകയായിരുന്നു. ശമ്പളം കൊടുക്കാനുള്ള പണം നമ്മൾ ഇവിടുന്ന് കണ്ടെത്താൻ പറ്റണം. എങ്കിലും മാത്രമേ നമുക്ക് ഈ സിസ്റ്റത്തെ നിലനിർത്താൻ പറ്റുള്ളൂ. ഉമ്മൻചാണ്ടി തിരിച്ചു വന്ന എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ലാലിനൊന്നും ശമ്പളം കിട്ടില്ല, എൻ്റെ ഭാര്യയ്ക്കൊന്നും ശമ്പളം കിട്ടില്ല, നമ്മളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരുന്നത്. ഏതായാലും അതുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം കൃത്യമായി പിരിക്കാനും സാമ്പത്തിക നില ഏത് കാര്യത്തിൽ ചെന്നാലും അത് ഭദ്രമാകാനും ശേഷിയുള്ള ആളുകളാണ്. രവീന്ദ്രൻ മാഷ് ആണെങ്കിലും പിന്നെ ഐസക് ആണെങ്കിലും പിണറായി വിജയനാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണം. ശ്രീ അജിത് കുമാർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്തായാലും ഇതുവരെ മുൻപ് കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ മന്ത്രിസഭ ആദ്യ രാത്രി പിന്നിടുകയാണ്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വലിയ പ്രതീക്ഷകൾ ജനങ്ങൾ ഒരുപക്ഷെ പൊതുസമൂഹത്തിൽ നിന്ന് പോലും സർക്കാരിനെ എതിർത്തവർ പോലും അറ്റാക്ക് ചെയ്യുന്ന രീതിയല്ല നമ്മൾ കണ്ടത്. അവർ പ്രതീക്ഷ വച്ചു പുലർത്തുന്നു. ഇനിയും ചിലപ്പോൾ വലിയ പ്രഖ്യാപനങ്ങളും നടപടികളും ഈ സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്നും അത് പറയുന്ന കാര്യങ്ങൾ ചെയ്യും എന്നും ചെയ്യാവുന്ന കാര്യങ്ങളെ പറയൂ എന്നും അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ ഒരു വ്യത്യസ്തമാർന്ന ശൈലിയായി ജനങ്ങൾ മുന്നോട്ട് കാണുക തന്നെ ചെയ്യും. ഡോക്ടർ ലാൽ, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞുകൊണ്ട് ഞാൻ യോജിക്കുകയാണ്. അതായത് ഇപ്പോൾ അങ്ങനെ ഒരു വിമർശന ബുദ്ധിയോടുകൂടി പുതിയ സർക്കാരിനെ ആരും വിലയിരുത്തേണ്ടില്ല. ഒന്നും സമയമായിട്ടില്ലെന്നല്ല, ഒന്നും ആയിട്ടില്ലല്ലോ. എല്ലാവരും ഈ പറഞ്ഞ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു. കൃത്യമായിട്ടും അങ്ങ് പറഞ്ഞ പോലെ ഈ ആദ്യ രാത്രിയുടെ മാധുര്യം അല്ലെങ്കിൽ ഈ മധുവിധു ദീർഘകാലം നീണ്ടു നിൽക്കട്ടെ എന്ന് മാത്രമാണ് ഒരു മലയാളി മനസ്സിന് ആഗ്രഹിക്കാനുള്ളത്. ഒരുപക്ഷെ അതിന് സാധ്യതയുള്ളത് ഇതേ 2011 അവസ്ഥയിൽ നമ്മൾ കണ്ടത് 5ാം മന്ത്രിയുടെ തർക്കവും അതുപോലെയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അതാണെങ്കിൽ നമ്മൾ പറഞ്ഞ ശ്രീ റിയാസ് പറഞ്ഞ പോലെ ഈ വനിതാ പ്രാതിനിധ്യത്തിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതിന് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ CPIക്ക് അത് ശ്രീ ഫക്രുദ്ദീനും ശ്രീമതി ബിന്ദുകൃഷ്ണൻ പറയുകയും ഒരു വനിതാ പ്രാതിനിധ്യം CPIയുടെ ഒരു MLA കൂടി കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ CPM സാധാരണ രീതിയിലുള്ള ചർച്ച അത്രേ ഉള്ളൂ. CPM തന്നെ ഒരു വനിതയെ സ്പീക്കറായിട്ട് പരിഗണിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ പോട്ടെ.
ഒന്നും വേണ്ട, ഒരൊറ്റ മന്ത്രിയായിരുന്നു 57 EMS മന്ത്രിസഭയിൽ ഒരൊറ്റ വനിതയല്ലേ ഉണ്ടായിരുന്നു. വനിതകൾക്ക് കിട്ടിയ മാക്സിമം ആണ്. കാരണം അതെ, നിലവിലുള്ള correct, സാഹചര്യം വെച്ച് ഏറ്റവും ഒരൊറ്റ നല്ലതാണ്. വനിത- ഇനി അത് ഇംപ്രൂവ് ചെയ്യുമെന്നാണ് എനിക്ക് ഒറ്റ തോന്നുന്നത്. വനിതാ മന്ത്രി ഉണ്ടായിരുന്നല്ലോ EMSന്റെ 1957 ആദ്യത്തെ മന്ത്രി ശ്രീമതി KR ഗൗരിയോ മതിയായിരുന്നല്ലോ. മറ്റ് മുഴുവൻ പുരുഷന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ശ്രീമതി ഗവർമെന്റ് വിപ്ലവകരമായ മാറ്റങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചു. എന്തായാലും അപ്പോൾ വനിതാ പ്രാതിനിധ്യം ഒന്നും വിഷയമല്ല, ഇത് നല്ലൊരു ആരംഭമായിരിക്കട്ടെ, നല്ല തുടക്കം. ഈ നല്ല തുടക്കം 20 തുറന്നു പോട്ടെ. സഭയിൽ 10 എന്ന് വേണമെന്നായിരിക്കാം വനിതകൾ തന്നെ വാദിക്കുക. പക്ഷെ അതൊരു അല്ല, ഇതൊരു നല്ല ഡോക്ടർ, ഇതൊരു നല്ലൊരു തുടക്കമാണ്, നല്ലൊരു തുടക്കമാണ്. ഇത് തുടർന്നു പോട്ടെ എന്ന് ആശിക്കുന്നു. നമുക്ക് ഇതിനെ ഞാൻ കാണാം. രാഷ്ട്രീയപ്പെട്ട കാര്യം പറയാം. അങ്ങനെ 10 എന്ന് വന്നു പോയിട്ടും കാര്യമില്ല. കാരണം പല പഞ്ചായത്തുകളുടെ അവസ്ഥ നമുക്കറിയാം. അത് ഇമ്മച്ചുറായിരുന്നു. ഇന്ത്യൻ സ്ത്രീകൾ ഇനിയും വളരേണ്ട ഒരു സബ്ജക്ട്. എന്തായാലും ചർച്ച തുടരുക തന്നെ ചെയ്യും. എന്തായാലും പിണറായി വിജയൻ മന്ത്രിസഭ ആദ്യ രാത്രി പിന്നിടുന്ന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പ്രതീക്ഷകൾ തന്നെയാണ്. കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാരം ആ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകും. ഒരുപക്ഷെ അതിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അത് മന്ത്രിസഭ അംഗങ്ങൾക്ക് കൂടുതൽ പ്രചോദനമാകുകയും ചെയ്യും. അതിനുള്ള ആശംസകൾ നേരാൻ മാത്രമാണ് ന്യൂസ് ആൻഡ് ന്യൂസിന് ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ സാധിക്കുക. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് എല്ലാ അതിഥികൾക്കും.